എത്ര പെട്ടെന്ന് 37 ആഴ്ച കടന്നുപോയേ. ഇന്നലെ പ്രഗ്നന്റ് ആണെന്ന് കിറ്റിൽ കണ്ട പോലെ തോന്നുന്നു. ഇതിപ്പോ ഡ്യൂ ഡേറ്റ് ആവാനായി. ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രം. പക്ഷെ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. മോന്റെ റോംബറും ബിബും ഹൈഡ്രോഫിലും ബാക്കി ക്ലോത്ത്സും ഒക്കെ അലക്കി ഉണക്കി അയൺ ചെയ്ത് മടക്കി വെക്കണം. ഫീഡിംഗ് ബോട്ടിലൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. ക്രിബും ബാസ്നറ്റും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. എനിക്ക് ജീവിതത്തിലുണ്ടായ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ഈ പ്രഗ്നൻസി. ഇതിലെ ഓരോ ദിവസവും നമ്മൾ രണ്ടുപേരും അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ശരീരത്തിന് വന്ന മാറ്റവും നമ്മുടെ രണ്ടുപേരുടെ മനസ്സിന് വന്ന മാറ്റവും നമ്മൾ രണ്ടുപേരും അത്രയും കൗതുകത്തോടുകൂടെ നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ പോലും കാണാത്ത ഒരാളെ നമ്മൾ രണ്ടുപേരും ഇത്രയും സ്നേഹിക്കുക, ഒരു കുഞ്ഞു മനുഷ്യന് വേണ്ടി ഈ വീട്ടിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തുക, എന്ത് ചെയ്യുമ്പോഴും കുഞ്ഞിനെ പറ്റിയും കൂടെ ഒന്ന് ചിന്തിക്കുക, ഇതെല്ലാം നമുക്ക് രണ്ടുപേർക്കും പുതിയ അനുഭവങ്ങളായിരുന്നു. എനിക്ക് കുറച്ച് കുറവാണെങ്കിലും വിഷ്ണുവിന് ഈ ഒരു പ്രഗ്നൻസി ഫേസിൽ ഒരുപാട് ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസവും വിഷ്ണു മോന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ മോനെ പറ്റി ചിന്തിക്കുന്നത് കാണുമ്പോൾ ഞാൻ അറിയാതെ ചിന്തിക്കാറുണ്ട്, ടു ബി എ ഫാദർ ഇസ് നത്തിങ് ലെസ് ദാൻ ബീയിങ് എ മദർ. നമ്മളല്ല, കുഞ്ഞുങ്ങളാണ് അവരുടെ അച്ഛനെയും അമ്മേനെയും ചൂസ് ചെയ്യുന്നതെന്നാണല്ലോ പറയാറ്. അങ്ങനെയാണെങ്കിൽ താങ്ക് യു ഫോർ ചൂസിങ് അസ്. കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് നേരിട്ട് കാണാം, എന്നിട്ട് യുദ്ധം തുടങ്ങാം. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 9 മാസത്തിൽ നമ്മൾ രണ്ടുപേരും ഒട്ടും ചെയ്യാത്ത എത്ര കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. വായനാശീലം എന്താന്ന് പോലും അറിയാത്ത ഞാൻ പേരൻഹുഡിനെ പറ്റിയിട്ടും മദർഹുഡിനെ പറ്റിയിട്ടും ബർത്തിനെ പറ്റിയിട്ടും ഇഷ്ടം പോലെ ബുക്കുകൾ വായിക്കുന്നു. ഷോപ്പിംഗ് അലർജി ആയിട്ടുള്ള വിഷ്ണു മോന് വേണ്ടിയിട്ടുള്ള ഓരോ കുഞ്ഞു സാധനം വാങ്ങിക്കാനും ചാടിത്തുള്ളി വരുന്നു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇന്നേ വരെ കാണുകയോ തൊടുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരാള് നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ ഇത്ര മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരു കുഞ്ഞിനെ ഇത്രയും മാറ്റങ്ങൾ രണ്ടാൾക്കാരുടെ ഇടയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുന്ന പോലെ തന്നെ ഈ ലോകത്തിൽ അച്ഛനും അമ്മയ്ക്കും മാത്രമേ ഇത്രയും കാര്യങ്ങൾ സെൽഫ്ലെസ് ആയിട്ട് കുഞ്ഞിന് വേണ്ടി ചെയ്യാനും പറ്റൂ. ഇനി എന്തൊക്കെ ജീവിതത്തിൽ അവൻ വന്നാൽ മാറുന്നറിയില്ല. പക്ഷെ മാറുന്ന ഓരോ മാറ്റങ്ങളെയും നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടെയാണ് നോക്കിക്കാണുന്നതെന്നറിയാം.